ഉപരിതലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തിരുവേഗപ്പുറ പാലം താൽക്കാലികമായി യാത്രാവാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തീരുമാനമായി. പാലത്തിൽ പരിശോധന നടത്തിയ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത സംഘം നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്. ഇതുപ്രകാരം ബസ് അടക്കമുള്ള പാസഞ്ചർ വാഹനങ്ങൾക്ക് ശനിയാഴ്ച ഉച്ചയോടെ പാലത്തിലൂടെ ഗതാഗതം അനുവദിക്കും. അതേസമയം ചരക്കു വാഹനങ്ങൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരുമെന്നും പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. നാളെ ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന് നാളെ രാവിലെ ചിലപ്പോൾ തുറന്നു കൊടുത്തോളന്നില്ല, ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന് തുറന്നു കൊടുക്കുക. അപ്പൊ ബസ്സുകളൊക്കെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടച്ചിടേണ്ടി വരും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ പാലം എന്ന് പറയുന്ന കാര്യത്തിന് കൂടിയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഇതിന്റെ റിപ്പയറും മറ്റു വർക്കുകളൊക്കെ നടക്കുക മലപ്പുറം ജില്ലയിൽ നിന്നാണ്. നമ്മളെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫണ്ട് അനുവദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും അതിന്റെ മറ്റു വർക്കുകളും മോണിറ്ററിങ്ങും നടക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. തിരൂര് മഞ്ചേരി AXC തിരൂര് AE ആണ് ഇതിന്റെ ചുമതലയുള്ള ബ്രിഡ്ജിന്റെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടുന്ന് നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന്. പാലത്തിന്റെ ബാക്കി അറ്റകുറ്റപ്പണികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഇതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ്. എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് അതിവേഗം ഫണ്ട് അനുവദിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പും അറിയിച്ചതായി MLA വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ, തിരുവേഗപ്പുറ പാലം അതിന്റെ സ്ലാബിന് ചെറിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാരടക്കമുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്തെ കോട്ടക്കൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാര്, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികളും എല്ലാവരും സന്ദർശിച്ചിരുന്നു. ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാസഞ്ചർ വാഹനങ്ങൾക്ക് റോഡ് പരിശോധിച്ച് തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് അവർ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹെവി വാഹനങ്ങൾ, പ്രത്യേകിച്ച് വളരെ വലിയ ലോഡുകളുള്ള വാഹനങ്ങൾ താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിനുശേഷം വളരെ വേഗത്തിൽ ഇത് സ്കീം ഉണ്ടാക്കിയതിന്റെ ബാക്കി അറ്റകുറ്റ പണികൾ നടത്തണം. അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് തന്നെ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അതിന് ഫണ്ട് അനുവദിക്കാനും മറ്റു നടപടി സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കും. അതേസമയം അടച്ചിട്ട പാലത്തിലൂടെ ബാരിക്കേഡ് പൊക്കിവെച്ച് വലിയ വാഹനങ്ങൾ അനധികൃതമായി കടന്നുപോകുന്നതായി ആരോപണമുണ്ട്. ഇത് പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. കഴിഞ്ഞ ദിവസമാണ് പാലത്തിൽ തിരുവനന്തപുരത്ത് നിന്നെത്തിയ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത സംഘം പരിശോധന നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാലത്തിന്റെ കിഴക്കുഭാഗത്തെ സ്പാനുകൾക്ക് സമീപം ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ഇടപെട്ട് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചു. പിന്നീട് ഭാരം കൂടിയ ബസ്സുകൾ, ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതവും പാലത്തിലൂടെ നിരോധിക്കുകയായിരുന്നു. ഈ ചാനൽ ന്യൂസ്, തിരുവേഗപ്പുറ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.